എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചോറും കപ്പലണ്ടിയും കൊണ്ട് ഒരു അടിപൊളി പൊരിച്ചുണ്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊരിച്ചുണ്ടാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈസിയായി ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ 3 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, അര കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നടു കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞതിന് ശേഷം ഒരു 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഇപ്പം കപ്പലണ്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തത് റേഷൻ അരിൻ്റെ ചോറാണ്. നിങ്ങളെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളതെന്ന് വെച്ചാൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ചോറ് കൊണ്ടൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ പുളി ഇല്ലാത്ത തൈരാണ് കിട്ടിയത്, അതാണ് ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്തത്. അതിനുശേഷം ഒരു 3 സ്പൂണ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഇപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. നല്ല ഫൈനായിട്ട് കിട്ടണം. ഇനി ഇത് നമ്മൾ ചതച്ച് വെച്ച പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചൊടിച്ചതാണ്, ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ ഗരം മസാല എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗരം മസാല ഉപ്പൊക്കെ ഈ ചോറായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേറൊരു മസാല ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 സ്പൂണ് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം മോന് ഇതിൻ്റെ ടേസ്റ്റ് പറ്റാത്തത് കൊണ്ടാണ് ഞാനിതിൽ ആഡ് ചെയ്യാത്തത്. അത് തികച്ചും ഓപ്ഷണലാണ്. അതുകൂടി ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഓരോരോ ഉരുളകളാക്കി മാറ്റാം. ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. അതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായി ചെയ്തെടുക്കാം. കാരണം കപ്പലണ്ടിയൊക്കെ നമ്മുടെ വീട്ടിലൊരു വിധം ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പം വേറൊരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു മൊരിച്ചിലുള്ളത് കൊണ്ട് തന്നെ അവർക്കും ഭയങ്കര ഇഷ്ടമാവും. അത് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതൊക്കെ പൊരിച്ചെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായാൽ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ആഡ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്നും പൊരിച്ചെടുക്കാൻ മാത്രമല്ല, ഓവർ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു ബാച്ചിൽ തന്നെ എല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത്രത്തോളം എണ്ണ ആഡ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ എണ്ണേൻ്റെ ഓവർ ആവശ്യമില്ലാത്തതിനെ കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തിയാണ്. എണ്ണ അതിൽ പിടിക്കുകയില്ല. ലാസ്റ്റ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഒരു സൈഡ് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇതുപോലെ രണ്ടാമത്തെ സൈഡും പൊരിച്ചെടുക്കാം. ഒരു കുറച്ച് സമയം കൊടുക്കണം, ഒരു 6 മിനിറ്റ് വേണം കുക്കിംഗ് ടൈം. ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് എണ്ണയിൽ തന്നെ നന്നായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറും കപ്പലണ്ടിയും കൂടെയുള്ള പൊരിച്ചുണ്ട റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് അറിയിക്കണം. നിങ്ങളെ കമൻറ്റ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്